പത്തനംതിട്ടയിലെ കവിയൂർ എന്ന ഗ്രാമം വിശ്വപ്രസിദ്ധമായത് കവിയൂർ പൊന്നമ്മ എന്ന മഹാനടിയിലൂടെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കവിയൂർ ഗ്രാമത്തിലാണ്. എൻ്റെ വലതുവശത്തായി ഈ കാണുന്നത് കവിയൂർ പൊന്നമ്മയുടെ കുടുംബ ക്ഷേത്രമാണ്, ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രം. 2013 ഏറ്റവും ഒടുവിൽ കവിയൂർ പൊന്നമ്മ ഈ ഗ്രാമത്തിലേക്ക് വന്നത്. അന്ന് ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ചടങ്ങായിരുന്നു. അന്ന് ഇവിടെയുള്ള ബന്ധുക്കളെല്ലാം കവിയൂർ പൊന്നമ്മയെ കണ്ടിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം കവിയൂർ പൊന്നമ്മയുടെ ഒരു കുടുംബാംഗം തന്നെയുണ്ട്. കവിയൂരിലെ ജനതയ്ക്ക് ഒരു അഭിമാനം തന്നെയാണ് കവിയൂർ പൊന്നമ്മ അമ്മയുടെ ആ പേരിന് തൊട്ട് മുമ്പ് ആ കവിയൂർ എന്നുള്ളൊരു വീട് വന്ന്, ഞാൻ പറയല്ലേ, എൻ്റെ സ്വന്തം നാട് കങ്ങഴയിൽ നിന്ന് ഞാൻ സിനിമാ ലോകത്തെ ഈ പൊന്നമ്മയെ കണ്ട് സിനിമയിലൂടെ സിനിമ കണ്ടുള്ള പരിചയമുള്ള ഒരമ്മ. അപ്പോൾ ആ അമ്മയുടെ കൂടെ ഈ ഒരു നാമം വന്നപ്പം കവിയൂർ അങ്ങനെ ഒരു പ്രശസ്തി, അങ്ങനെ ഒരു നാടുണ്ടെന്ന് നമുക്കറിയാൻ സാധിച്ചു. പക്ഷെ അതിലും വലിയൊരു എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ ഒരു അംഗമാകാൻ സാധിച്ചതിലും കൂടെ വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു നാമം കവിയൂർ എന്ന ഈ ഒരു കവിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ കവിയൂർ ഗ്രാമത്തെ വാനോളം ഈ ലോകമെമ്പാടും കേൾപ്പിച്ച അമ്മയുടെ ഈ ഒരു പേരിലൂടെയാണ്, കവിയൂർ പൊന്നമ്മ എന്നുള്ളൊരു പേരിലൂടെ തന്നെയാണ്. അത് കവിയൂരിലെ ജനതയ്ക്ക് അതൊരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. അന്ന് ഈ പുനഃപ്രതിഷ്ഠാ ചടങ്ങിലൂടെ വന്നപ്പോൾ ഒരു ഫോട്ടോയൊക്കെ കയ്യിലുണ്ടല്ലോ? ഉണ്ട്. അത് ഇതൊരു സൂക്ഷിച്ചു വെച്ചതൊരു കവിയൂർ പൊന്നമ്മയോടൊപ്പം എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ട്. ഇതാണ് ശ്രീരഞ്ജിനി, ഇത് ഭർത്താവ്, ഇത് ശ്രീരഞ്ജിനിയുടെ അച്ഛൻ. ബാക്കിയെല്ലാം കുടുംബാംഗങ്ങളാണ്, കവിയൂർ പൊന്നമ്മയുടെ കുടുംബാംഗങ്ങൾ. കവിയൂർ പൊന്നമ്മയുടെ കവിയൂരിലെ കുടുംബക്ഷേത്രത്തിന് സമീപത്ത് തന്നെയാണ് കവിയൂർ പൊന്നമ്മയുടെ കുടുംബ വീട് ഉള്ളത്. ഇപ്പോൾ ആ പഴയ വീട് പൊളിച്ച് ഇപ്പോൾ വീട് പുതിയതാക്കിയിട്ടുണ്ട്. ഈ സ്ഥലത്തുള്ള അന്നുണ്ടായിരുന്ന വീട്ടിലാണ് കവിയൂർ പൊന്നമ്മ ജനിച്ചത്. ഇപ്പോൾ ഈ വീട്ടിൽ കവിയൂർ പൊന്നമ്മയുടെ അച്ഛൻ്റെ സഹോദരൻ്റെ മകൻ ഓമനക്കുട്ടനും കുടുംബവുമാണ് കഴിയുന്നത്. ഇപ്പോൾ ഓമനക്കുട്ടൻ്റെ സഹോദരി നമ്മോടൊപ്പമുണ്ട്. ഇവിടെ പ്രസവിച്ചിരുന്നപ്പോൾ ഞാനായിരുന്നു, നിലയ്ക്കലായിരുന്നു. ഞാൻ ആ കൊച്ചമ്മയ്ക്കെല്ലാം ചെയ്തു കൊടുക്കുന്നു. എന്നെ വലിയ കാര്യമായിരുന്നു എല്ലാവർക്കും. തെക്കേതിൽ എന്നാണ് കവിയൂർ പൊന്നമ്മയുടെ കുടുംബ പേര്. കവിയൂർ പൊന്നമ്മയുടെ വിയോഗം ബന്ധുക്കൾക്ക് മാത്രമല്ല, ഈ കവിയൂർ ഗ്രാമനിവാസികൾക്കെല്ലാം തീരാ നഷ്ടമാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.